മഞ്ഞപ്പൊടി. അമ്മേ, എന്റെ ചെലങ്ക ഉണ്ടോ? ഞാൻ കണ്ടില്ല, അവിടെ കാണാം. എവിടെ നിങ്ങളുടെ ശിഷ്യനെവിടെ? അവൻ ഗുസ്തി മതിയാക്കി. ആ അതേതായാലും നന്നായി. കുറച്ച് ദിവസം അടങ്ങി ഒതുങ്ങി ഇരിക്കുമല്ലോ. എടി നീ ചുമ്മാ എന്നെ ചൊറിയാൻ വന്നേക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഞാൻ പറയുന്നതാണോ കുഴപ്പം? നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ടല്ലോ. എന്റെ പിള്ളേര് വരെ വീട്ടിലുള്ളവരെ നന്നാക്കാൻ മനസ്സിലാവും. പഴയ പോലെ നാട്ടുകാർ നിങ്ങളെ ആരാധിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, ഒക്കെ ശരിയാണ്. എന്ന് വെച്ച് കൈയൊക്കെ കാണിച്ചത് പിടിച്ചു വയ്ക്കാൻ നോക്കിയാ ഉള്ള വിലയും കൂടെ പോത്തേ ഉള്ളൂ. അപ്പൊ അറിയാം. അത് തന്നെ നിന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ എന്നെ പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ മേലാലി വിഷയത്തിൽ ഒരു ഗുസ്തിയൊക്കെ അങ്ങ് ഗോതയിലോ പിള്ളേരുടെ നെഞ്ചത്തോട്ടും അതുമായിട്ട് എന്നെ മേക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ അറിയാലോ. കൊണ്ടുപോടാ നിന്റെ ട്യൂബ്. രാവിലെ വന്ന് മായി നോക്കിയിരിക്കും. ഇങ്ങനെ കിട്ടി ഇവന്മാർക്ക് വല്ല ക്ഷയം പിടിക്കുന്ന എനിക്ക് തോന്നുന്നു. അപ്പാവന്മാർക്ക് ഇന്നും തല്ലി കിട്ടിയോ? പിന്നെ ഇവന്മാർക്ക് മാത്രല്ല, ഇപ്പൊ പുറത്തുനിന്ന് ചിലർ ജീപ്പ് പിടിച്ച് വന്നിട്ട് ഇടി വാങ്ങിക്കുന്നുണ്ട്. ഇനി എങ്ങനെ വീട്ടിൽ പോയ അവിടുന്നും കിട്ടും. അമ്മാവനെ വിഷമിപ്പിച്ചിന് അമ്മയുടെ എടാ, അതിന് മൂപ്പര് മുമ്പളല്ലേ വിഷമിപ്പിച്ചേ. അമ്മേനോട് നല്ല അമ്മാവന് കൊടുക്കാൻ പറയും. ഒരു ക്യാപ്റ്റൻ ചില അച്ഛനമ്മാവന്മാരെ കാണുമ്പോൾ കൊതിയ. ഒരു 50 വയസ്സ് കഴിയുമ്പോൾ വാദോ കൊളസ്ട്രോളും ഷുഗറും വന്ന് കുറച്ചങ്ങോട്ട് കിടക്കും. കോടായിൽ നമ്മൾ വല്ല കോടാലിത്തൈലോ വിക്സോ വാങ്ങി കൊടുത്താൽ ഇതങ്ങനെയാണോ? അച്ഛൻ വീരൻ, അമ്മാവൻ ഒസാമ. പൊട്ടിയില്ല. പൊട്ടിയില്ലേ? പൊട്ടി കിടന്നു പിടിപ്പെടാം. ജൂതന്മാരെ കൊന്നൊടുക്കുക എന്നതായിരുന്നു ഹിറ്റ്ലറുടെ ചിത്രത്തിലെ പ്രധാന ലക്ഷ്യം. ഇവിടെ ശ്രദ്ധിക്കാം. പിടിച്ചടക്കി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് തള്ളി വിടുക എന്നതായിരുന്നു ഹിറ്റ്ലറുടെ വലിയ വിനോദം. നിന്റെ എഞ്ചിനീയറിംഗ് പഠിത്തം കഴിഞ്ഞിട്ട് ഇത് 8ാമത്തെ തവണയാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇരിക്കത്തുമില്ല. എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? അച്ഛാ, ഫ്രണ്ട്സൊക്കെ പറയുന്നത് എൻ്റെ കവർ ഡ്രൈവ് അടിപൊളിയാണെന്നാണ്. മാത്രമല്ല ബൗളിങ്ങിൽ നല്ല സ്വിങ് കിട്ടുന്നുണ്ട്. ട്രയൽസൊക്കെ നടക്കുന്നുണ്ട് IPL-ന്റെ. ട്രൈ ചെയ്താൽ ചിലപ്പോൾ. ഞാൻ ചോദിച്ചത് നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നാ. അച്ഛാ, അത് ക്രിക്കറ്റ്. നീ M.Tech-ന്റെ എൻട്രൻസ് എഴുതിയായിരുന്നല്ലോ. അച്ഛാ, അത് ഇത്തവണ അത്ര നന്നായിട്ട് എഴുതാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നല്ല കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ സാധ്യത കുറവാണ്. ഞാൻ അടുത്തവണ ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഇനി അതിൻ്റെ ആവശ്യം വേണ്ടി വരില്ല. ഇതെങ്ങനെ? വലിയ പറക്കുന്ന കോളേജൊന്നുമല്ല, നിനക്കത് മതി. പഞ്ചാബ് യൂണിവേഴ്സിറ്റി യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത കോളേജാണ് അച്ഛാ. മാത്രമല്ല AICTയുടെ അഫിലിയേഷൻ ഉണ്ടോയെന്നും സംശയമാണ്. അവിടെ ഭയങ്കര അഴിമതിയാണ് അച്ഛാ. അപ്പൊ പോകാൻ ഉദ്ദേശമില്ല. ഞാൻ ഇപ്പോൾ കോളേജ് KSRTCയുടെ IRCTCയുടെ സെർവർ അവിടെ ആയിരിക്കും. അതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ പഞ്ചാബിൽ പോയിക്കോളാം. അച്ഛൻ വരുന്നുണ്ടോ പഞ്ചാബിലേക്ക്? ഇല്ലല്ലേ? അപ്പം പിന്നെ ടിക്കറ്റ് ബുക്ക് ഉണ്ടല്ലോ അല്ലേ? ഓ അമ്മേ എൻ്റെ ബാഗ് എവിടെ? എനിക്ക് പഞ്ചാബിൽ പോകണം. പിന്നെ പേടിപ്പിച്ചാൽ ഞങ്ങൾ പോകുന്ന എൻ്റെ പട്ടി പോവും. ഫയൽവാനാണ് അത്ര. ഫയൽവാന്മാരൊക്കെ ആൾക്കാരെ പേടിപ്പിക്കുക ചെയ്യാം. പഞ്ചാബ് തേങ്ങൾ മൂട്. ഞാൻ അവന്മാരോടൊന്ന് ചോദിച്ചു നോക്കിയാലോ. എടാ ദാസ, കേരളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലും കർണാടകയിലും കോളേജ് ഇല്ലാഞ്ഞിട്ടാണോ നിന്റെ അച്ഛൻ പഞ്ചാബിലോട്ട്, അതും ഗുസ്തിക്കാരുടെ സ്വന്തം നാടായ പഞ്ചാബിലോട്ട് പഠിക്കാൻ അയക്കുന്നത്? ഇതിലെന്തോ രഹസ്യ അജണ്ടയുണ്ട് ദാസ. നീ തെറ്റാന്ന് പറഞ്ഞു കുത്തിയെല്ലാം ശരിയായിരിക്കുന്നേ. അല്ലേലും ഈ എഡ്യൂക്കേഷൻ സിസ്റ്റേ ശരിയില്ല. വേണ്ടാത്തൊരു വാരിക്കോരി കൊടുക്കുക, വേണ്ടുന്ന ഒരു പിണ്ണാക്കും കിട്ടുന്നില്ല. പക്ഷെ പഞ്ചാബി പെൺകുട്ടികൾ മോനെ, അവരുടെ കളറുണ്ടല്ലോ, നല്ല വിളഞ്ഞ ഗോതമ്പ് പശുമ്പാലിൽ അരച്ചാൽ കിട്ടുന്ന കളറില്ലേ, ആ കളറാ. ദാസ, നീ കളിക്കല്ലേ. അടുത്ത ആഴ്ച ദേശത്തെ ഡേഞ്ചർ ബോയ്സ് ആയിട്ട് മാച്ച് ഉള്ളതാ. ആ കുഞ്ഞിരാമന്റെ ലേറ്റസ്റ്റ് വെല്ലുവിളി വരെ നമ്മളാ. അതിന്റെ ഇടയിൽ അവന്റെ ഒലക്കല M.Tech-ഉം പഞ്ചാബും. എൻ്റെ കയ്യിലെ B.Tech കൊണ്ട് ഒരു പ്രയോജനമില്ല. പിന്നെ അവൻ്റെ ഒരു M.Tech. നീ എങ്ങോട്ടും പോകുന്നില്ല. അതാണ് ഈ പോണ്ടാന്ന് പറഞ്ഞ പോണ്ട. നീ പോണ്ട. പോണ്ടേ?
നീ അല്ല നീ. എന്നെയൊക്കെ KCB-യിലെടുത്തവനെ സമ്മതിക്കണം. പഞ്ചാബ് നല്ല വിളഞ്ഞ ഗോതമ്പ് പശുവും പാലിൽ അരച്ച കളർ. ആ കള്ള സൂറ് പോയില്ലേ? പാണ്ടി പാത്തപ്പഴേ തെരഞ്ഞത് കേരളവാ. ആ എങ്ങനെ മനസ്സിലായി? സൊറിഞ്ചപ്പേ പുറിഞ്ച്. ദാസ് പാണ്ടി മുത്തുപ്പാണ്ടി. ദാസ് ആഞ്ജനേയ. தெரியாம காலேஜில் பொண்ணு கொடுக்க சுற்றிட்டு இருக்க போடா மச்சான். அந்த பொண்ணு அட்ரஸ் கொடுக்கறதுக்காகவே தான் உட்காந்துருக்கா. அவட்ட போய் கேட்கலாம். நைஸ் சிட்டி. Come. Right side G1. Bernoulli's theorem in our mechanical engineering. This is an important മച്ചാ topic to be ഇയാൾ discussed പഠിപ്പിക്കുന്നത് ഈ about പുസ്തകത്തിലില്ലല്ലോ. dynamics. Bernoulli's principle. What's happening there? Sir, can you once check whether you are having right book in your hand? There may be a chance your kids or maid can change your book. No, because Bernoulli's theorem is not in our telecommunications, sir. Huh? മൈ ഫ്രണ്ട്. Hi. You come here. കണ്ടാ You come. Coming. Dude, I think you guys are in the wrong class. वो कड़ूस डंडा मारने से पहले तुम लोग भाग जाओ. We have to find V3 only, no? Okay, we'll find. Let me see through the tunnel. There is V3. नौटंकी मेरे साथ. Mechanical HOD प्रोफेसर बाबू कौन है? പാണ്ടി ക്ലാസ് മാറിപ്പോയി. വാ വാ വാ. ആ പെണ്ണ് നമ്മളെ പറ്റിച്ചതാ. വാ. கேட்கணும் மச்சி, கண்டிப்பா கேட்கணும். அவன் யாரா இருந்தாலும் சரி, எவ்வளவு பெரிய ஆளா இருந்தாலும் சரி, இன்னைக்கு நான் கேட்க போற கேள்வியில அவன் நாக்க புடின்னு சாக போறான். മച്ചാ ഇത് வந்து பாரு மச்சி. പഞ്ചാബാണ്. റൊട്ടി തിന്നുന്നവന്മാരെ നാട്. അവന്മാര് നമ്മളടിച്ച് റൊട്ടിയാക്കി കളയും. വെറുതെ വേണ്ട മച്ചാ. அதுக்கு நான் 3 வேளை சோத்துல உப்பு போடுறீங்க தமிழண்டா. அவன் மட்டும் என் கையில கிடைச்சா கிடைச்சிட்டா. டேய் இந்தா மனசுல நான் பெரிய பருப்பு நினைப்பா. உங்ககிட்ட கிளாஸ் ரூம் தானே வலிக்கிட்டாங்க. விடுறா மச்சான். லேடிஸ் டாய்லெட்டுக்கு வலிக்கிட்டாங்க. பஜாரி புறம்பக்கு பேமானி. ஏ ஆடுகாளி, ஓவர் ஆட்டாடாத. ஒரு மனுஷன் வந்து வலிக்கட்டா கோ லெஃப்ட் கோ ரைட் அண்ட் டெட். மூஞ்சியை பாரு, நல்லா பால்கோவா உருட்டி வச்ச மாதிரி. என்ன கால்ல விழுந்தாலும் ஒண்ணு மாட்டி நீ பேசாம இரு, வாயை உடைக்க விடக்கூடாது. साले घर जा कर. क्यों क्या तुम बकवास की किसी मेरे बारे? सॉरी बोल. बहुत सॉरी. छोड़ दो यार. ஏடா இந்த புல போக்குறா பொம்பளை ப்ரூஸ்லி இருப்பு புரியடா. நீ வரடா மச்சான். ഞാൻ ലിവിനാ. घर जा. ഞാൻ പറഞ്ഞല്ലേ റൊട്ടി തിന്ന ആൾക്കാരാണ് അടിച്ച് നമ്മൾ റൊട്ടിയാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലേ. കണ്ടാ കണ്ടാ കണ്ടാ. ஸ்டண்ட் மாஸ்டர் பா புரியடா. டேய் வரடா. വണ്ടി വേറെ വഴിയില്ല. தப்புடா, ரொம்ப தப்புடா. ஒரு ஆம்பளை ஒரு பொண்ணு கை நீட்டி அடிச்சுட்டு நல்லா வாழ்ந்ததா சரித்திரமே இல்லை தெரியுமா? കുറച്ച് പുതിയ പിള്ളേർ ചരിത്രം തിരുത്തി കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ പഴയ ചരിത്രവും ഭൂമിശാസ്ത്രവും നമ്മൾ ജസ്റ്റിന് മിസ്സായതാ. അല്ലെങ്കിൽ അവൾ നമ്മളെ ഷെഡ്യൂളിൽ നിലത്തടിച്ചാൽ. எப்பறம் ஒரு பொண்ணு கை நீட்டி அடிக்கலாம்? அவன் சப்பாத்தி சாப்பிட்டா கையை நீட்டிட்டு வாளா? இந்நேரத்துக்கு என் வீட்டில் இருந்ததுன்னா ஃபுல் மீல்ஸை நல்லா கட்டுன்னு கட்டிட்டு ஆட்டுக்கால் சூப்பை உரின்னு உறிஞ்சிருப்பேன். ശരിയാ. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ജാനപ്പൻ്റെ മീൻകറിയും ചോറും സൈഡിൽ വെക്കാൻ ഒരു മത്തി ഫ്രൈ, ഒരു പപ്പടം, കുറച്ച് കടുമാങ്ങ അച്ചാർ, வெள்ளைப்பூடு போட்ட அம்மாவோட கருவாட்டு குழம்பு சும்மா அல்லும். എൻ്റെ അമ്മ ഉണ്ടാക്കണ തലശ്ശേരി ചിക്കൻ ബിരിയാണി, திண்டுக்கல் தலப்பா கட்டி பிரியாணி, കോഴിക്കോടൻ അലുവ, திருநெல்வேலி அல்வா,
மதுரை மட்டன் புரோட்டா சால்னா சாப்பிட்ருக்கியா நீ? കൊലമച്ചാന്റെ കടയിലെ പൊറോട്ടയും ബീഫ് റോസ്റ്റും. அதனால உங்கள் ஊருக்காரங்க புரோட்டா பீஃப் கறினா அவ்வளோ அலையிறீங்க. അലയും ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ് മച്ചാ. അതായത് ബീഫില്ലേ, ബീഫ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിങ്ങനെ ചെറിയ 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 കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കും. എന്നിട്ട് അതിൽ ഇച്ചിരി ഉപ്പ്, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും. ഈ മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ വേവിക്കും. ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് ഈ വഴറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടും. എന്നിട്ട് കുറച്ച് മസാല ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ താളിച്ചിട്ട് മൂടി വയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ അതിനൊരു മണം വരും. അപ്പോൾ അതിങ്ങനെ തുറന്നിട്ട് അതിൽ നിന്നൊരു തവി കൊണ്ട് കുറച്ച് ബീഫ് റോസ്റ്റ് എടുത്ത് പ്ലേറ്റിലേക്കിട്ട് നല്ല മുരിഞ്ഞൊരു പൊറോട്ട എടുത്ത് അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ കീറിയെടുത്ത് ചാറിൽ മുക്കി ഒരു ബീഫിൻ്റെ കഷ്ണം ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് ഇങ്ങനെ കഴിച്ചാൽ എനിക്കിപ്പോൾ പൊറോട്ടയും ബീഫ് റോസ്റ്റും വേണം. இப்போ இங்கே நாம பீஃப் சாப்பிட்றோம். അതിലൂടെ பொரோட்டையும் பீஃப் ரோஸ்டும் கிட்டோ? உங்கள் ஆளுங்க சந்திரனில் கூட கடையை போட்டு உட்காந்துருப்பாங்க. இங்கே கிடைக்காதா? நீ ரைட்டில் போய் பாரு, நான் லெஃப்ட்டில் போய் பார்க்குறேன். பீஃபை பிடிக்கிறோம், சாப்பிட்றோம். சும்மா கச்ச 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 ബീഫ്. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? नाना 4 परोटा 2 बीफ करी. क्या? बीफ विथ परोटा. BEFE बीफ. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. നാട്ടിലെവിടെയാ? കോട്ടയം തോട്ടക്കാട്. ഇവിടെ എന്ത് ചെയ്യണു? ഇവിടെ ഞാൻ പഞ്ചാബ് യൂണിവേഴ്സിറ്റി പഠിക്കുക. ഞങ്ങളും പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണേ. உனக்கு எப்படியா புரிய வைக்கிறது? ए पेपर वाला जा 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 जा. व्हाट अ टाइमिंग या. थैंक यू. उधर देखो, गौ रक्षा दल बीफ. എനിക്ക് ഇവിടുത്തെ ഈ ഉണക്കറൊട്ടിയും പരിപ്പുറയൊക്കെ കഴിച്ചു മടുത്തു. നമുക്ക് നല്ല മലയാളി ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ അടുത്ത് നല്ല കേരള റെസ്റ്റോറൻറ്റ് വല്ലതും ഉണ്ടോ? അയ്യോ, എനിക്ക് ഇവിടെ അധികം പരിചയമൊന്നുമില്ല. ചിലപ്പോ ഇവക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിഥി, അല്ലെങ്കിൽ ഞാൻ പരിപ്പേറി റൊട്ടി തന്നെ കഴിച്ചോളാം, കുഴപ്പമില്ല. അല്ല, ഇവക്ക് ഇവിടെ അറിയാൻ മേലാത്ത സ്ഥലമൊന്നുമില്ല. അല്ല, നമ്മളിപ്പോ പഞ്ചാബി വന്നിട്ട് പിന്നെ ചോറും കറിയൊക്കെ കഴിക്കാൻ പാടുണ്ടോ? ചേരനെ തിന്നണ നാട്ടിൽ പോയാൽ അവിടുത്തെ നടുക്കഷ്ണം കഴിക്കണമെന്നാണ് വീട്ടിലൊക്കെ പറയാറുണ്ട്. പറയാറുണ്ടോ വീട്ടിലൊക്കെ? इसने हमारी माँ की बेइज्जती की है. അമ്മയ്ക്ക് വിളിച്ചാ? அவங்க அம்மா பத்தி நான் பேசவேலடா. பசுமாட்டு கறி தாண்டா கேட்டேன். तुम्हें भी बीफ चाहिए? No? How can someone eat beef? Beef is like our mother. We can drink her milk. We cannot eat her. गाय हमको दूध देते हैं और दूध हम पीते हैं. उल्लू का पटा पागल है ये. എന്റെ കൂട്ടുകാരനാണ്, പ്ലീസ് ഹെൽപ്പ് ചെയ്യണം. അവൻ അടികൊണ്ടിരിക്കണം അവിടെ. വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയ ആളല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞു, പക്ഷെ അഭിപ്രായം ഇരുമ്പൊലിക്കുന്നല്ലോ, മാറ്റാലോ പ്ലീസ്. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും. ഇരുമ്പൊലിക്കൊന്നും പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഹിന്ദു ഇംഗ്ലീഷും എനിക്ക് അറിയാൻ പാടില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയും കുട്ടിയോട്. तेरे कॉलेज पढ़ता है? हाँ जी, फिर उसने समझा के रख. बच्चे समझ के न्याणे समझ के और माफ कर दिया इन्हों? चल चल माफ किया. बाय बाय, गुड नाइट. चलो चलो चलो. பஜாரி பஜாரி பொறம்பக்கு பேமான். ஏ ஆடுகாலே. सॉरी बोल. സോറി മാഡം. சாரி. थैंक यू बोल. हैं? எதுக்கு என்ன படக்க விட்டு அடிச்சாங்க அதுக்கு? அடி கால் சுனியோ. சாரி. தேங்க்ஸ் மா. இதுக்கு மேல என்னால முடியாதுமா மச்சான். ആക്ച്വലി ഞാൻ വിളിപ്പിച്ചത് ഒരു ഗാട്ടാ ഗുസ്തി ടൂർണമെൻറ്റ് നാഷണൽ ലെവല് നമ്മുടെ മനയത്ത് വയലിൽ. എന്താ അഭിപ്രായം? ഒരു ഗുസ്തി മത്സരം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടുകാർ പോലും വരില്ല, പിന്നല്ലേ ഈ നാട്ടുകാർ. അതുപോലെ ഈ ചെലവിൻ്റെ കാര്യമൊക്കെ ആര് വഹിക്കും? നമ്മളൊന്ന് മുണ്ട് മുറുക്കെടുത്ത തീരാവുന്ന കാര്യമല്ലോ ചന്ദ്ര. ഇന്റർനാഷണൽ പ്ലേയേഴ്സിനെ നമുക്ക് കൊണ്ടുവരാലോ. സുശീൽ കുമാർ, ഗീത, യോഗേശ്വർ ഇവരൊക്കെ വരുമ്പോൾ തന്നെ കളറാകെ മാറും. പിന്നെ സ്പോൺസേഴ്സിന് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മുനിസിപ്പാലിറ്റിയുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും. അതെ, ടൂറിസമായിട്ട് നമുക്കിത് ക്ലബ് ചെയ്യാം. പക്ഷേ ചന്ദ്രൻ പറഞ്ഞതുപോലെ വീട്ടിലിരിക്കുന്ന ആളുകൾ ഇറങ്ങി ഗോദായിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആദ്യം മുന്നിട്ടിറങ്ങും. അതെ, ക്യാപ്റ്റൻ പറഞ്ഞ ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഇങ്ങനെ നമുക്ക് വിശ്വാസമാണ്. നമ്മളിങ്ങനെ കൂടണ്ടേ? എന്നാ പിന്നെ നമുക്കൊന്ന് പിടിച്ചു നോക്കാം. എന്നാ പിന്നെ കൈയടിച്ച് പാസ്സാക്കിയേക്കാം. പിന്നെന്താ?
एकदम परफेक्ट था. ये तुम ऐसे ही करके जाओगे ना, you'll fly high. ഹായ്, എന്താ ഇവിടെ? പൊറോട്ടയും ബീഫ് കറിയും ഒന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. ഞാൻ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കുട്ടി നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. പക്ഷെ ഒരു കാര്യം പറയണമെന്ന് തോന്നി. ഇപ്പോൾ ഒപ്പോണന്റ് വീക്ക് ആയതുകൊണ്ടാണ് ഈസി ആയിട്ട് വിൻ ചെയ്തത്. അപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടിയുടെ ലോവർ ബാക്ക് മാറ്റിൽ നിന്ന് പൊങ്ങിപ്പോകുന്നുണ്ട്. അതൊരു വീക്ക് പോയിന്റ് ആണ്. ഒപ്പോണന്റ് വേണമെങ്കിൽ ഈസി ആയിട്ട് മലർത്തി അടിക്കാം. കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുന്ന ആളായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഒന്ന് പറഞ്ഞു കൊടുത്തേക്കും പോടെ. എടാ, ഈ ഗുസ്തി എന്ന് പറയുന്നേ ലങ്കോട്ടി മാത്രമല്ല, വേറെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറം ഇപ്പുറം ഒന്നുമില്ല, നീ വാ. I feel he's right. Don't know how. I mean, it's strange. ഹലോ പറ, എന്തൊക്കെയാണ് ഇവിടെ വിശേഷങ്ങൾ? ഞാനില്ലാതെ എങ്ങനെയുണ്ട് നാട്? ബാലേട്ടാ, ഞാൻ വൈകിട്ട് വിളിച്ചാൽ മതിയോ? ഞാൻ കോളേജിലാ. ഓക്കെ. कॉफी कॉफी टू कॉफी प्लीज. एक्सक्यूज मी. अरे भाई क्या कर रहे हो? चल, क्या हो रहा है? दिस इज माय स्पॉट. आई वाज स्टैंडिंग हियर. हां, पागल है, नीचे खड़े हैं. छोड़ दे, दोस्त है मेरा. 1 2 सैंडविच and 2 मिक्सड फ्रूट जूस. यार मैं की करे यार, आप कितनी देर चलाने लगे थी? कुड़ी दा दोस्त था. नीचे कैसे छड़ता हूं है? फिर मैं की करा हूं? 10 मिनट तक के मारा. Hey, may I? You don't have to ask for permission. It's a public place. Juice, sandwich for you, sandwich for me. I didn't ask you for a sandwich. Did I say no? Nah. Are you a wrestler? I was. छोड़ी क्यों? वैसे your tip was good. It helped me. You're welcome. I didn't say thank you. No, from your facial expression, I thought you were about to. So you reading my face and assuming things, huh? I'm sorry. I think I should go. You know it's rude to leave when someone is talking to you. No, I didn't leave. I'm still standing here. But I have class, and I really need to go now. You can't leave without my permission. Stand here. Baljeet! ये ड्रामा लगा के रखे हो है। तोरा कितनी बार क्या कि क्यों प्रॉब्लम्स क्रिएट कर रहे हो? क्या ना मेरा दोस्त है। फिर क्या प्रॉब्लम है? चलो लाइन चला गो। देवी मैं जल्दी जल्दी काम लो. तने की समझदे अपने आप को बदतमीज इंसान. Aditi Singh, असली पंजाबी. Anjane Das, असल मलयाली. Das. Yeah. So, you've seen Punjab? Not really. No. You know you should. It's so rich in culture. Like you love it for sure. I'm going to a Punjabi wedding tomorrow. Do you wanna come with me? Why not? Cool. Yeah. Yeah. I'll see you tomorrow then. Yeah, cool. You can have that sandwich. Okay. Bye. Das. Thank you for the tip. Hi. डांस खत्म हो गया? What happened? Tell me something. How big can a girl dream? First of all, if she's from an Indian middle class family, then to she can't dream, you know? I mean, nobody wants a Sakshi Malik in their own house. Until and unless she wins an Olympic medal. We don't have a say, you know? I mean, we are not even given the permission to dream. All they want us to do is get married, have kids, and take care of our husbands, and then live under someone for the rest of our lives. I'm getting married next week.
My brother has been trying to get me married and I've been trying to escape. Why don't you run away? It's not that easy, yaar. How far can I run? I've tried my best. I behave like a boy. I fight with boys. I beat them. I mean, in the end, I'm just a girl.